കവലയിൽ നിർത്തണം കേട്ടോ. എനിക്ക് നാട്ടിലേക്ക് ഒരു മണി ഓർഡർ അയക്കാനുണ്ട്. ഓ ചേട്ടന്റെ നാട് എവിടെയാ? മണ്ണാന്തൊടി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് മുത്തശ്ശിയും പിന്നൊരു അനിയത്തിയും. അനിയത്തിയാ? അതെ. ചേച്ചി നല്ല സുന്ദരിയാണല്ലോ. ഭയ്യ ദേഖോ ഭയ്യ. ഇവളുടെ കല്യാണം കഴിഞ്ഞാണോ? അല്ല, അവൾക്ക് ഒരാളെ ഇഷ്ടാ. കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അയാളെ മാത്രമെന്ന് അവള്. പ്രേമം കൊന്നുകളയണം. ഞാനാണെങ്കിൽ അതാ ചെയ്യ. കൊന്നുകളയാം, പക്ഷെ ഒരേ രക്തമാകുമ്പോ അതത്ര എളുപ്പമല്ല. ആ തിരിച്ചറിവ് അവക്കുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞ അനുസരിക്കും. അനുസരിപ്പിക്കണം. പപ്പ വണ്ടി നിർത്ത്. ഞാൻ വന്നേക്കാം. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഇത്രയും ദിവസമായിട്ട് നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിക്കാൻ പറ്റിയില്ല. വേണ്ട, അവനെ വിട്. ആ പൂജയോടെങ്കിലും നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അവളെ ഒടിച്ച് മടക്കി കറക്കിയെടുത്ത് മണ്ണാന്തൊടിയിലേക്ക് പോരുന്നോന്ന് ചോദിക്കാൻ എനിക്ക് 2 ദിവസം വേണ്ടി വന്നുള്ളൂ. പക്ഷേ അവൾക്ക് ഭയ്യയെ കുറിച്ച് പറയുമ്പോ 100 നാവാ. അവരുടെ പരസ്പരമുള്ള സ്നേഹം കാണുമ്പോ ചോദിക്കാനൊരു പേടി. അബദ്ധമായി പോയാലോ? പിന്നെ നീ എന്ത് കിണപ്പാ ഉദ്ദേശിക്കുന്നത്? ദേ പറഞ്ഞ സമയം ഇപ്പൊ കഴിയും. കോടതിയിൽ കേസും പറഞ്ഞ ആണുങ്ങളെ സ്ഥലവും കൊണ്ടുപോകും. നീ ഒരു കാര്യം ചെയ്യും. ഞാനൊരു ഉഗ്ര ഐഡിയ പറഞ്ഞുതരാം. തൽക്കാലം ഹരി എന്ന് പറഞ്ഞ് നീ ഇവനെ കൊണ്ടുപോയി അവിടെ കാണിക്കും. എന്റെ സെൽഫ് ശ്വസിച്ച് വളർച്ച മുരടിച്ചു പോയതാണെന്ന് പറഞ്ഞാ മതി. കാര്യം നടക്കട്ടെ. ചേട്ടാ, ഇവര് പറഞ്ഞ കേക്ക്. സ്ഥലം കിട്ടിയാ നമുക്ക് വിൽക്കാം. എന്നിട്ട് ആ കിന്നാരത്തുമ്പികൾ റീമേക്ക് ഇറക്കാം. നാട്ടിലിപ്പോ റീമേക്കുകളുടെ കാലാണല്ലോ. റീമേക്ക് കിന്നാരത്തുമ്പി കേറ്റുകളയും പോടാ. അല്ലെങ്കിൽ ഇവരെ തങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ ഈ നാട്ടിൽ. ഇവനൊക്കെ രക്തം ഉണ്ടോടെ? തമാശകള. നിന്റെ ഹരിയും ആ തെണ്ടി ഹരീന്ദ്ര സിംഗും കാഴ്ചക്ക് ഒരുപോലെയാണെന്നല്ലേ നീ പറഞ്ഞ? നീ നിന്റെ അവസ്ഥ ഹരീന്ദ്ര സിംഗിനോട് പറ. എന്നിട്ട് ഹരിയാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊണ്ടുപോയി നിർത്ത്. പ്രശ്നം തീർന്നില്ലേ? ഹരിയെ പോലെ ഒരാളെ അല്ല, ഹരിയെ തന്നെയാണ് എനിക്ക് ആവശ്യം. അല്ലെങ്കിൽ ഇത്രയും കാലം എന്റെ പെങ്ങൾ കാത്തിരുന്നത് വെറുതെയാവും. നിങ്ങൾ നോക്കിയോ, കളി ഞാനൊന്ന് മാറ്റി കളിക്കാൻ പോവാ. ട്രെയിനിൽ അവർക്ക് ശരിയായില്ല. ഇതെവിടെയാ? ഇതാണ് ഹരിയുടെ വീട്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പപ്പനോട് എല്ലാവരും ഗുരുമന്ദിറിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുക. ഹരി ഇവിടെ കാണും. വാ. അതാണ് ഹരി, ഹരീന്ദർ സിംഗ്. ഇതാണോ നിന്റെ പെങ്ങള്? അതെ. നീ വിഷമിക്കണ്ട അച്ചു. നിന്നെ പോലും കണ്ടില്ല എന്ന് വെക്കണമെങ്കിൽ അതിന് വലിയ എന്തെങ്കിലും കാരണം അവനുണ്ടാവും. അല്ലാതെ എല്ലാവരെയും വിളിച്ചു നിർത്തി സത്യങ്ങൾ തുറന്നു പറയാൻ പലതവണ വിചാരിച്ചതാ. പക്ഷേ ഹരിയുടെ ഈ ഒളിച്ചു കളിക്ക് പിന്നിലെ കാരണം അറിയാതെ നീ കണ്ടോ, അവനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. നമ്മുടെ പഴയ ഹരിയായി തന്നെ.
നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവിടെയാ, ഹരീന്ദർ സിംഗിന്റെ ആ വീട്ടിൽ. അവിടുന്ന് വേണം നീ തുടങ്ങാൻ. എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ മാഷല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. ആരോരും ഇല്ലാതെ അവളെ നാട്ടിൽ എങ്ങനെ നിർത്താൻ പറ്റുക? അതാ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത്. സാരമില്ല, അവൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. കഷ്ടപ്പാട് ഞങ്ങളുടെ കൂടപ്പറപ്പാ. കാർത്തിയുടെ വീട്ടിൽ കിടക്കാനൊരു ഇടം കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. എല്ലാം ശരിയാവും. എല്ലാം മാഷിയുടെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു തന്ന പോലെ ചെയ്താൽ മാത്രം മതി. ഈ 5 അടി പൊക്കത്തില് 7 അടി കുരുട്ട് ബുദ്ധിയാണല്ലേ? ഈ ദാൽ ഫ്രൈ തിന്നാ നടന്നു തൂറാന യോഗം. എന്തോ സംഭവമുണ്ട്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. തുജെ ദേഖാ തോ യേ ജാനാ സനം. ആസനമല്ല, ഇന്ന് വെട്ടി പൊളിക്കും. മല്ലു വരുന്നുണ്ട്, കൂടെ ആ തള്ളയും പിള്ളാരും ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കന്നന്തിരി ഒപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ അവരുടെ മുമ്പ് വെച്ച് അവൻ നിങ്ങളെ തല്ലി കൊല്ലും. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. നീ ഇത് പേടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണ് അവർ വിളിക്കുന്നത്. പോടാ. അയ്യോ, ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. അയ്യോ, എവിടെയെങ്കിലും പോയി വിളിക്കണം. പ്രണാമം മാതാജി. ഹാ ബേട്ട, അവനെവിടെ? അവനിവിടെ ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം, അല്ലേ? അല്ലേ? അല്ലാം. അവനെ വിളിക്കേ. ആ ഡാ, ദേ അമ്മ വിളിക്കണോ? നീ ഒളിച്ചിരിക്കാണോടാ? എടാ, നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ, ഇറങ്ങി വായോ. എവിടെയാണാവോ? വരൂ, വാ. ഒന്നുമില്ല, വാ. അമ്മ വിളിക്കണോ? വരൂ, പ്ലീസ് പ്ലീസ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കെങ്കിലും ഇത്തിരി പക്വതയും കണ്ണിച്ചോരയും ഉണ്ടാകുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ നീ കൂടി. അമ്മേ, അരുത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. നീ ഇനി ഒന്നും പറയണ്ട. എവിടെ അവള്? അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മേ, എനിക്ക് പാപ്പ് തരണം. പോട്ടെ, സംഭവിച്ച എല്ലാം സംഭവിച്ചു. ഇനി വന്നതിന്റെ ബാക്കി നോക്കാം. എന്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനി നിന്റെ കാര്യം, അത് നീ എങ്ങനെയെങ്കിലും ശരിയാ. ഇനി ചെവിയിൽ കുനുകുനാന്ന് പറയണ്ട. അനി എവിടെ? അവനെ കാണാനാ ഞാൻ വന്നത്. അല്ലെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? ഇവിടെ ഇത്ര ആണുങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടില് പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചിനെ തനിച്ച് താമസിപ്പിക്കാന്ന് വെച്ചാ അവനെവിടെ? അനി, എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കണല്ലേ? നിന്റെ കാര്യം ഞാൻ ഇപ്പൊ ശരിയായി തരാം. ഇതാണ് അമ്മ. മോളുടെ സാധനങ്ങളൊക്കെ എടുത്തോളൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മേ, അത് നീ ഒന്നും പറയണ്ട. എനിക്കുണ്ട് ഈ പ്രായത്തില് പെൺകുട്ടികള്. ഇവളെ ഞാൻ കൊണ്ടുപോകും. മോള് വാ. ഇവരെല്ലാം ഉണ്ട് അവിടെ. പിന്നെ അനിയെന്നും വരുമല്ലോ. എന്താ അമ്മേ ഇത്? ഇവളെ കാണാനല്ലേ വന്നത്? ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ. ഒന്നും ആലോചിക്കാനില്ല. നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ തീരുമാനിച്ചു. വാ മോളെ, വാ.